കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യൻ പടയാളികൾ ശത്രുപാളയത്തിലുള്ളവരെ കണ്ടാൽ കണ്ടയിടത്ത് വെടിവെക്കണമെന്ന് കമാൻഡർ പറഞ്ഞാൽ അത് നീതിയാണ്. ഇതുപോലെയാണ് പടക്കളത്തിലേക്ക് വരുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൈനിക കമാൻഡറാണ്. അവിടുത്തെ അനുയായികളോട് പറയാനുള്ള യുദ്ധക്കടത്തിലെ കമാൻഡ് ഷൂട്ട് എന്ന കമാൻഡ് അല്ലാതെ മറ്റെന്താണ്? അതാണ് ഫഖ്തുലുൽ മുശ്രികീന ഹൈതു വജത്തുമൂഹും, അവരെ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞത് പടക്കളത്തിൽ യുദ്ധത്തിനിറങ്ങുമ്പോഴാണ്. അതെന്തേ അങ്ങനെ പറയാനുള്ള കാരണം? വഖുദൂഹും വഹ്സുറൂഹും, അവരെ പിടിക്കണം, ബന്ദികളാക്കണം. അവിടെയും മുത്തുനബി തങ്ങളുടെ കാരുണ്യം, ഇസ്ലാം പഠിപ്പിച്ച കാരുണ്യം എന്താണ്? ഫഇൻ താബൂ വഅഖാമുസ്സലാഹ വആതൗസ്സകാ ഫഖല്ലൂ സബീലഹും. അപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും കൈകൂപ്പിയിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ ഖല്ലൂ സബീലഹും, അവർ നിങ്ങളൊന്നും ചെയ്യരുത്. നോക്കണം, ഇത്രയും നീതിയുള്ളൊരു ഒരു പ്രഖ്യാപനം ലോകത്തൊരു കമാൻഡർ നടത്തിയിട്ടില്ല. കണ്ടയിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞത് ലോകത്തെവിടെ കാണുന്ന മുസ്ലിങ്ങളും അമുസ്ലിങ്ങളെ കൊല്ലാൻ അല്ലേ അല്ലേ അല്ല. അതിന്റെ കാരണം ഈ ആയത്ത് അവതരിച്ച പശ്ചാത്തലാണ്. രണ്ടാമതൊരു കാരണമുണ്ട്, അങ്ങനെ ലോകത്ത് ഇന്നേ വരെ ഒരു മുസ്ലിം ഭരണകൂടവും ചെയ്തിട്ടില്ല. അതന്നെയാണ് ഇന്ത്യ ഭരിച്ച മുസ്ലിങ്ങളോ, സിന്ധിലേക്ക് വന്ന മുസ്ലിങ്ങളോ, അല്ലെങ്കിൽ ഇവിടെ പിന്നീട് വന്ന അബ്ബാസികളോ ഫാത്തിമികളോ മുഗളന്മാരോ ആരും ചെയ്തില്ല. ഖുർആൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആരെല്ലാം എവിടെല്ലാം ചെയ്യുന്നു? എവിടെയും ചെയ്തില്ല. ഒന്ന്, ഈ ആയത്തിറങ്ങിയത് എപ്പോഴാണ്? പടക്കളത്തിൽ ഇറങ്ങുന്ന കാലയോ പട്ടാളക്കാരെ, നിങ്ങൾ ജാഗരൂകരായി നിന്നുകൊള്ളണം. ഒരൊറ്റ ശത്രുവും നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല. അങ്ങനെ തന്നെ അല്ലേ പറയേണ്ടത്? അങ്ങനെയാണ് പറയേണ്ടത്. അത് ഖുർആൻ പറഞ്ഞു. അപ്പോഴും ഒരു അഫു. സൂറത്തു തൗബയിലെ 5-ാമത്തെ ആയത്താണിത്. 6-ാമത്തെ ആയത്ത് നിങ്ങൾ ഓതണം. അപ്പോഴാണ് ഇതിന്റെ താല്പര്യം മനസ്സിലാവുക. എല്ലാവരും കയ്യിൽ മൊബൈൽ ഉണ്ടാവും. സൂറത്തു തൗബയിലെ 5-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. 6-ാമത്തെ ആയത്ത് തൊട്ടടുത്ത ആയത്ത് നോക്കണം. وَإِنْ أَحَدٌ مِّنَ الْمُشْرِكِينَ اسْتَجَارَكَ فَأَجِرْهُ حَتَّى يَسْمَعَ كَلَامَ اللَّهِ ثُمَّ أَبْلِغْهُ مَأْمَنَهُ ذَلِكَ بِأَنَّهُمْ قَوْمٌ لَا يَعْلَمُونَ. ما شاء الله. وَإِنْ أَحَدٌ مِّنَ الْمُشْرِكِينَ, കണ്ടാ കൊല്ലണമെന്ന് പറഞ്ഞ മുശ്രിക്കീങ്ങളുണ്ടല്ലോ, അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്തജാറക, നിന്നോട് അഭയം തേടി, ക്ഷമിക്കണം, എനിക്ക് അഭയം തരണം എന്ന് പടക്കളത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞാലും ഫാജിർഹു, അയാൾക്ക് നിങ്ങൾ അഭയം കൊടുക്കണം. മാത്രല്ല ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അവർ നമ്മുടെ ലക്ഷ്യം മനസ്സിലാക്കട്ടെ, നമ്മൾ എന്തിനാണ് ഈ വന്നതെന്ന് അവരറിയട്ടെ, ഖുർആൻ അവർ കേൾക്കട്ടെ, ഇസ്ലാമിനെ അവർ പഠിക്കട്ടെ. സുമ്മ അബ്ലിഗ്ഹു മഅ്മനഹു, അയാളെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുകയും വേണം. ഉണ്ടോ? വെറുതെ വിടാനല്ല. അങ്ങനെ അഭയം ചോദിച്ചാൽ അയാളെ കണ്ണടച്ച് വിടാനല്ല, അയാൾക്ക് നിങ്ങൾ അഭയം നൽകണമെന്ന് മാത്രമല്ല, ലോകമേ പൊന്നുകൊണ്ട് എഴുതണം ഈ സൂക്തം. എന്നിട്ട് പറയണം ഇസ്ലാമിന്റെ നീതിയെക്കുറിച്ച്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്ത് സ്വഹാബത്തിനെ പഠിപ്പിച്ചു. ഹത്താ യസ്മഅ കലാം അല്ലാഹി സുമ്മ അബ്ലിഗ്ഹു മഅ്മനഹു, പിന്നെ അയാളെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കണം. എന്താപ്പ അങ്ങനെ ഒരു പറച്ചില്? നേരത്തെ കണ്ടയിടത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅലമൂൻ, അവരറിവില്ലാത്തതുകൊണ്ട് വന്നതല്ലേ, അവർ പഠിച്ചോട്ടെ. അപ്പൊ ഇസ്ലാമിനെതിരെ വരുന്ന ഏത് സംവാദത്തെയും അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റും. കാരണം നീതിയുക്തമായിട്ട് ഇസ്ലാം നിലനിന്നിട്ടുള്ളൂ.